കൂട്ടുകാരെ, നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. ഇവിടെ മുന്തിരിവള്ളി ഇതാ അങ്ങനെ തളിർത്ത് പോകുന്നു. ഇപ്പോൾ കായൊന്നുമില്ല കേട്ടോ മുന്തിരിവള്ളിയിൽ, പടർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണ്, നല്ല ചൂടിന് നല്ല ചൂട് ശമിക്കാൻ പറ്റിയ നല്ലൊരു മഴ അങ്ങനെ പെയ്യാണ് കേട്ടോ. ഇവിടെ ഒരു സാധനം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോളൂ. സർപ്രൈസാണ് കേട്ടോ. ഇതാ ഇവിടെ ഇവിടെ ഇതാണ് സർപ്രൈസ്. നമ്മളെ തേനീച്ചക്കൂടാണ് ഇട്ടത്, മനസ്സിലായോ? ചെറുതേനീച്ച ഇട്ടത്, ചെറുതേനീച്ച. ഇതൊരു ബോക്സാണ് മരത്തിൻ്റെ. ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ടൈറ്റാക്കി മുറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ കൂടുണ്ടാക്കിയത് കണ്ടോ, ഇതാണ് അവരുടെ എൻട്രൻസ് കേട്ടോ. അവരുടെ കൂടിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അവരിങ്ങനെ ഇതിലൂടെ പുറത്തേക്ക് വരും, ഉള്ളിലേക്ക് പോവുക ചെയ്യും കേട്ടോ. നമ്മളെ തേനീച്ചക്കൂട്. ഇനി ഞാൻ അടുത്ത സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഇതാണ് അടുത്ത സർപ്രൈസ്. നമ്മുടെ പ്ലാവിലുണ്ടോ ഇടത്തോറും ചക്കകൾ ഉണ്ടായിട്ടുണ്ട്. അടിപൊളിയല്ലേ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആഹാ, മുകളിൽ വരെ ഉണ്ട്, താഴെ മുതൽ മുകളിൽ വരെ ഉണ്ട്. ഇനി അടുത്തതാണ് നമ്മളെ അടുത്ത സർപ്രൈസ്. ഇതെന്താ നോക്കൂ, നമ്മളെ തക്കാളിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ടെറസിൻ്റെ മുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ല പൂക്കളും ചെറിയ ചെറിയ കായകളും വലിയ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. പഴുത്തിട്ടില്ല, ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ നട്ടിട്ടുള്ളത്. ഗ്രോ ബാഗിൽ ചാണകപ്പൊടിയും എല്ലാ ജൈവവളങ്ങളും എല്ലാം മിക്സ് ചെയ്തിട്ട് കരിയിലൊക്കെ പിന്നെ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും താഴെ കരിയിലൊക്കെ നിറച്ചിട്ട് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുഴിച്ചിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തക്കാളി പിടിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് കിട്ടുമല്ലോ. അങ്ങനെ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ട് കായ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കായകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില തക്കാളിയൊക്കെ വലുതായിട്ടുണ്ട്. എന്നും നനച്ചു കൊടുക്കണം കേട്ടോ, മഴയായതുകൊണ്ട് വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചെറിയൊരു മഴ കേട്ടോ. രണ്ടും തക്കാളിയാണ് കേട്ടോ, അത് താഴത്തുള്ള തക്കാളിയാണ് കേട്ടോ. കണ്ടോ, ഇതും ഇങ്ങനെ തന്നെയാണ്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കായകളായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ വലുതായിട്ടുണ്ട്. നമ്മൾ അടുത്തത് കണ്ടോ, ഇതാണ് നമ്മുടെ പിന്നെ തണ്ണിമത്തൻ കേട്ടോ. തണ്ണിമത്തൻ്റെ ഇലകളാണ് അതിന്. അതിൻ്റെ പൂക്കളും ഉണ്ട് കേട്ടോ, അതിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് അടുത്ത തക്കാളിയാണ് കേട്ടോ, കിണറ്റിൻ്റെ ഒക്കെ അടുത്തുള്ള തക്കാളിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് വെണ്ടക്ക ഉണ്ട്, പയറുണ്ട്, ചെറുതായിട്ട് തക്കാളികൾ വീണ്ടും പിടിച്ചിട്ടുണ്ട്. തക്കാളിയിൽ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ, പയറുണ്ട് ഇവിടെ. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് എന്തിൻ്റെ പൂവാണെന്ന് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ, അത് ഏത് ഫ്രൂട്ടാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് താഴത്തെ കൊമ്പിലൊക്കെ നന്നായിട്ട് പൂക്കൾ വെച്ചിട്ടുണ്ട്. മുട്ടകളും പൂക്കളും ഒക്കെ ഉണ്ട്, താഴെയും മേലെയൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും താഴത്തെ കൊമ്പിലാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, പൂക്കൾ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഏത് പൂവാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. സർപ്രൈസാണ്, കുറച്ച്
ഇവിടെ മുന്തിരിവള്ളി ഉണ്ട് കേട്ടോ. മുന്തിരിവള്ളി അല്ല സർപ്രൈസ് കേട്ടോ. അതാ മുന്തിരിവള്ളിയുടെ ചെടി ഇവിടെയാണ് ഉള്ളത് കേട്ടോ. അതാണ് മേലേക്ക് ഇങ്ങനെ പടർന്നിട്ടുള്ളത് കേട്ടോ. സർപ്രൈസ് ഇതാണ്. കൂടി നോക്കാം. ഇതാ പോന്നു, ഇതാ പോന്നു. ഇതൊന്നുമല്ല. യെസ്, ഇതാണ് നമ്മളെ സർപ്രൈസ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ മാവാണ് കേട്ടോ, ബഡ് ചെയ്ത മാവാണ്. അതിലേക്ക് നോക്കും മാമ്പഴം പിടിച്ചിട്ടുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിനൊരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഈ മാങ്ങയുടെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഏത് മാങ്ങയാണ് കേട്ടോ. കണ്ടോ, പഴുത്ത് നിൽക്കുന്നൊരു മാമ്പഴം കണ്ടോ, നല്ല മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ എല്ലായിടത്തും കൊലകൊലയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ മാമ്പഴം. കണ്ടോ, പുറത്ത് കൊമ്പിലും ഇപ്പുറത്തെ കൊമ്പിലും റോഡ് സൈഡിലേക്കുള്ള കൊമ്പിലൊക്കെ ഉണ്ട് കേട്ടോ മാമ്പഴം. ഷീറ്റ് ഇട്ടിൻ്റെ മേലെ ആ ഭാഗത്തേക്കാണ് മാമ്പഴം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ ലാസിക്കുട്ടനെ ഞാനൊന്ന് പൊന്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവനെ കൊണ്ട് മാമ്പഴം ഒന്ന് പറിപ്പിക്കണം കേട്ടോ. നല്ല സന്തോഷമായിട്ടുണ്ട് അവന്. മാമ്പഴം പറിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി.